നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒപ്പം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പന്നിയിറച്ചി ചലഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് വായനശാലകൾ പന്നിയിറച്ചി ചലഞ്ച് നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. വായനശാലകൾ പന്നിയിറച്ചി എന്നല്ല, മാംസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചലഞ്ചും നടത്തുന്നത് ശരിയല്ല. അത് പന്നിയായാലും പോത്തായാലും ചിക്കനായാലും. അപ്പോൾ കുറേ ആളുകൾ, അത് അവരുടെ അസ്വസ്ഥ മനസ്സിൻ്റെ പ്രശ്നമാണ്, അതിനകത്ത് വർഗീയത കലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്ത ശ്രമം നടത്തിയിട്ടുണ്ട്. എന്ത് പറയുമ്പോഴേക്കും അത് മുസ്ലിങ്ങളുടെ ഞാനൊരിക്കൽ ഒരു പ്രകടനത്തിൻ്റെ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെയും ഇങ്ങനെ എന്ത് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അത് അവരുടെ ഒരു തരം ഞരമ്പ് രോഗം എന്ന് പറഞ്ഞാൽ പറ്റില്ല, എന്തോ ഒരു അസുഖമെന്നത്. അതിന് മരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഉണ്ടവന് ഉണ്ണാത്തവൻ്റെ വിശപ്പ് മനസ്സിലാവില്ല എന്ന് പറയുന്നവരെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വരാതിരിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം. ഞാനവിടെ ഒരു വർഗീയതയും ഉന്നയിച്ചു കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ന് ഉദ്ദേശിച്ചിട്ടല്ല. ഈ 2 പന്നി ചലഞ്ച് നടത്തുന്ന സ്ഥലങ്ങളിലും മുസ്ലിങ്ങളില്ലാത്തൊരു പ്രദേശമാണ്. നിങ്ങൾക്ക് കേട്ടവർക്ക് കമൻ്റ് ഇട്ടവർക്ക് അറിയായിട്ടൊന്നും അറിയില്ല. ഇനി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പടിയൂർ പഞ്ചായത്തിൽ നെടിയോടി എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളെ ഇല്ലാത്തൊരു പ്രദേശമാണ്. കരവൂർ എന്ന് പറയുന്ന സ്ഥലത്തും ആകെ 1-2 കുടുംബങ്ങളേ ഉള്ളൂ. അവിടെയും മുസ്ലിം പ്രാതിനിധ്യം കുറവുള്ള സ്ഥലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഹൈന്ദവരാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഈ ചർച്ച നടത്തിയതും ഇതിൻ്റെ പോസ്റ്റർ എനിക്ക് അയച്ചു തന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതും ആ പ്രദേശത്തുള്ള ഹിന്ദുക്കളായ ആളുകളാണ്. നിങ്ങൾ മതവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണെങ്കിൽ അവിടെയുള്ള ഹൈന്ദവരാണ് എനിക്കിത് അയച്ചു തന്നിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ അവരാണ് അവിടുന്ന് ആളുകളാണ് ചർച്ച നടത്തിയത്. അതിൻ്റെ അടുത്തൊരു കാവുണ്ട്, ആ കാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന CPIM ആളുകൾ തന്നെയാണ് എനിക്കിത് അയച്ചു തന്നിട്ട് പറഞ്ഞത് അത് ശരിയല്ല, ചെയ്യാൻ പാടില്ല എന്ന്. ഇനി നിങ്ങൾ എന്ത് പറയുമ്പോഴേക്കും അതിനകത്ത് അത് പിന്നെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാംസം എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ ഇത്തരം പരിപാടികൾ പ്രത്യേകിച്ച് AKGയുടെ നാമധേയത്തിലുള്ള വായനശാലകൾ ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് അത് പാർട്ടി. എന്നാൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, കാളാന്തോട് നാലമ്പല യാത്ര ആ പാർട്ടി ഇടപെട്ടിട്ട് CPIM നേതൃത്വം ഇടപെട്ടിട്ട് എങ്ങനെയാണ് അത് വിലക്കിയത്, അതില്ലാതാക്കിയത്? എന്തുകൊണ്ടാണ്? ആരെ പ്രസാദിപ്പിക്കാനാ? ഇപ്പം ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ആരെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ അതെന്തിനാ അവിടെ വിലക്കിയത്? അതെന്തിനാ ഇതാക്കി? കുറേ കമ്മ്യൂണിസ്റ്റുകാർ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എനിക്ക് എതിരെ വല്ലാണ്ട് പോസ്റ്റ് ഇട്ട ആളുകൾ കണ്ടു, കുറേ മാലൂരുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ. ഞാൻ ചോദിക്കട്ടെ, നടുവനാട് ചാവശ്ശേരി ലോക്കൽ കമ്മിറ്റി ഇടപെട്ടിട്ട് അത് നടത്താൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ AKG വായനശാലയിൽ എൻ്റെ അമ്പലത്തിൽ പോയിക്കൂടെ? നാലമ്പല യാത്ര AKGൻ്റെ നാമധേയത്തിലുള്ള വായനശാലയ്ക്ക് ചെയ്തുകൂടെ? ചെയ്തു നിർത്തിയിട്ടുണ്ടോ? വായനശാലകൾ ഇത്തരം പരിപാടികൾ നടത്തുന്നതിൽ ശരികേടുണ്ട്. പ്രത്യേകിച്ച് AKGയുടെ നാമധേയത്തിലുള്ള വായനശാലകൾ പുരോഗമന ആശയവും യുക്തിസഹമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുമാണ്. യുക്തിവാദികൾ എന്നല്ല, യുക്തമാണ്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദങ്ങളാണ് അവർ പ്രചരിപ്പിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് അവർ പ്രചരിപ്പിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ആശയം എന്താ? മതേതരത്വമാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് ആശയം എല്ലാം പോട്ടെ, എല്ലാവരും എന്ത് പറഞ്ഞ് രണ്ടാമത്തേന് മുസ്ലിങ്ങളെ മെക്കിട്ട് കയറാൻ പോകുന്നവർ പറയട്ടെ. ഇത് പറഞ്ഞത് മുസ്ലിങ്ങളൊന്നുമല്ല, ഒരു മുസ്ലിമും ഇതുവരെ അതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഹൈന്ദവ സഹോദരങ്ങളാണ്. അത് കഴിക്കാതെ ഒരു സുഹൃത്ത് പറഞ്ഞു അതൊക്കെ കൊണ്ടുവരേണ്ട താമസം തീരും. എങ്ങനെ? ഓർഡർ എടുത്തിട്ടല്ലേ, പക്ഷെ ഓർഡർ കുറവായിരിക്കും. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഓണമാണ്, സാരി ചലഞ്ച്, മുണ്ട് ചലഞ്ച്, അങ്ങനെ പായസ ചലഞ്ച്, സദ്യ ചലഞ്ച് മുതൽ ഇങ്ങോട്ട് ഒരുപാട് നടത്താം. അങ്ങനെ ഒരുപാട് ചലഞ്ചുകളുണ്ട്. അത് നടത്തിയാൽ ഇതിനേക്കാൾ ആളുകൾ സഹകരിക്കും, നാനാജാതി മതസ്ഥർ സഹകരിക്കും. ഈ പന്നിയിറച്ചി ഹൈന്ദവത്തിന് കുറേ ആളുകൾ കഴിക്കാതെ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചോ, നമുക്കെന്താ? ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്നവരാണ്, ഞാൻ പന്നി കഴിക്കുന്നവരാണ്.
പക്ഷേ ഞാനൊരിക്കൽ കുന്നത്തൂർ പടിയിലേക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ കുറേ ഹിന്ദുക്കളായ ആളുകളാണ് വന്നത്. അവരൊരു ഹോട്ടലിൽ കയറി, അവർ പന്നി ഇറച്ചിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയവർ അവിടുന്ന് കഴിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കൾ കഴിക്കാൻ പറ്റില്ല, പന്നി ഇറച്ചി വെക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇതിൽ വരണമെങ്കിൽ ഇത്തരം സംഭവം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനി ഭയങ്കര മതബോധം തികട്ടി വരുന്ന കുറേ ഹിന്ദു സഖാക്കൾ ഇതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളും സംഘപരിവാറിൻ്റെ ആൾ ഉൾപ്പെടെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയേ പറയാനുള്ളൂ. സരസ്വതി ക്ഷേത്രത്തിന് സമാനമാണ് വായനശാലകൾ. സരസ്വതി ക്ഷേത്രത്തിന് സമാനമാണ് വായനശാലകൾ. സ്കൂളും അതുപോലെ തന്നെയാണ്. പക്ഷേ സ്കൂളിലിപ്പം ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് എല്ലാ മതസ്ഥരും ഉള്ളതുകൊണ്ടാണ്. സരസ്വതി ക്ഷേത്രത്തിന് സമാനമാണെന്ന് പറയാൻ കാരണം ഒന്നേ ഉള്ളൂ. സരസ്വതി കവി മാതാവേ അംബികാദേവി മമതായെ പുസ്തക ജപമാലകൾ ധാരി പത്മനിവാസി കാത്തുരക്ഷിക്കനി എന്ന് ഒരു ശ്ലോകമുണ്ട്. സരസ്വതി കവി മാതാവേ അംബികാദേവി മമതായെ പുസ്തക ജപമാലകൾ ധാരി പത്മനിവാസി, പുസ്തകം ജപമാലയായി, പുസ്തകം മാല പോലെ വായനാശീലമുള്ള, മാല പോലെ അലങ്കാരമായ സരസ്വതി ദേവി കുടികൊള്ളുന്ന സ്ഥലമാണ് വായനശാല. പുസ്തകങ്ങളുടെ കേന്ദ്രമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ മാംസ ചലഞ്ച് നടത്തുന്നത് തെറ്റാണ്. അതാണ് അതിനകത്ത്. അല്ലാണ്ട് ആരും പ്രസാദിപ്പിക്കാനൊന്നുമല്ല. അത്രയേ ഉള്ളൂ അതിൽ. അത് ഈ മാംസം കൊണ്ടുവന്ന് മനീൽ മാസം ആക്കേണ്ട സ്ഥലമല്ല. പിന്നെ നിങ്ങൾ എന്ത് പറയുമ്പോഴത്തേക്കും വർഗീയത കണ്ട് അപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞാൽ അപ്പാടെ മുസ്ലിമിന് തലയിൽ പാഞ്ഞു കയറുന്ന നിങ്ങളുടെ വികലമായ മനസ്സിനാണ് പ്രശ്നം. നിങ്ങളാണ് മതേതരത്വം തകർക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇറച്ചി നിന്ന് ഏത് ഭക്ഷണം കഴിക്കുന്നതിനും ഞാനെതിരെയല്ല, ഏത് വസ്ത്രം ധരിക്കുന്നതിനും ഞാനെതിരല്ല. പക്ഷേ എൻ്റെ അഭിപ്രായം പറയും, അത്രയേ ഉള്ളൂ.